നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ സാംസങ്ങിൻ്റെ 10,000 mAh ഈ പവർ ബാങ്ക് ഒരു കൊല്ലം ആയപ്പോഴേക്കും കംപ്ലയിൻസ് ആയെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി ഞാൻ സർവീസ് ഇത് ഒറിജിനൽ സാധനം തന്നെയാണ് കേട്ടോ. കുറേ പേര് പറഞ്ഞു ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആവും എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് ഒറിജിനൽ സാധനമാണ്. ഞാൻ ഒറിജിനലിൻ്റെ സാംസങ്ങിൻ്റെ ഒഫീഷ്യൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചാണ്. അപ്പോൾ ഇത് ആക്ച്വലി ഞാൻ സർവീസ് സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സംഭവം ശരിയാക്കി തന്നിട്ടുണ്ട് രണ്ടുകൂടെ. ഇതിപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇത് 25 വാട്ട് വരെ ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു മോഡലാണ്. ഇതിൻ്റെ 20,000 mAh മോഡലും ഉണ്ട്. അതാകുമ്പോൾ നമുക്ക് നമ്മുടെ ഈ സാംസങ്ങിൻ്റെ ഈ എന്താ പറയുക അൾട്രാ സീരീസുകൾക്കും അതുപോലെ തന്നെ ഈ നോർമൽ ടാബിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന 45 വാട്ട് ചാർജിങ് സപ്പോർട്ട് നമുക്ക് അതിൽ കിട്ടും കേട്ടോ. ഇതിലാകുമ്പോൾ നമുക്ക് സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് മാത്രമേ കിട്ടുള്ളൂ. സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് 2 കിട്ടില്ല. അത് നിങ്ങൾക്ക് സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് അതപ്പോൾ സാധനം കംപ്ലൈൻ്റ് ഒക്കെ ശരിയായിട്ട് വർക്ക് ആയിട്ട് എന്തോ ചെറിയ ഇഷ്യൂ ആണെന്നാണ് പറഞ്ഞുള്ളൂ. എന്താ ഇഷ്യൂ എന്ന് അവർ പറഞ്ഞു തന്നില്ല. പക്ഷേ ഇത് കുഴപ്പം എന്താ, നമ്മളിങ്ങനെ ചാർജിങ് കുത്തുന്ന സമയത്തൊക്കെ ഇടയ്ക്കുന്ന സമയത്ത് ഇപ്പോഴും ആ പ്രോബ്ലം എപ്പോഴും ഉണ്ട്. കണ്ടു ഈ ചാർജിങ് ഇൻഡിക്കേറ്റർ കാണിക്കുന്നില്ല. നമ്മളിത് അമർത്തണം എന്നാലും ഇൻഡിക്കേറ്റർ കാണിക്കുള്ളൂ. പക്ഷേ ചാർജിങ് കയറുന്നുണ്ട്. കണ്ടു ചാർജിങ് കയറുന്നുണ്ട്. പക്ഷേ ഇൻഡിക്കേറ്റർ നമ്മൾ നോർമലി ബാക്കിയെല്ലാ ഇതിലും ഇത് ആക്ച്വലി ഫസ്റ്റ് ടൈമൊക്കെ അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ കുത്തുന്ന സമയത്ത് ഇത് ഓൾവേസ് ഓൺ തന്നെയായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഓഫ് ആവുള്ളൂ. ഇത് പക്ഷേ കുത്തിയിട്ട് അപ്പം തന്നെ ഓഫ് ആവും. കണ്ടു അത് ഇഷ്യൂ ആണോ എന്താ സംഭവം, ലൈറ്റിൻ്റെ പ്രോബ്ലം ആണോ? പക്ഷെ എന്തായാലും സംഭവം ഇപ്പോൾ ഒരു ഇത് വർക്കിംഗ് ആക്കി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചാർജിങ് ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാർജിങ് കയറുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ചാർജിങ്ങിന് കുത്തുമ്പോൾ ഇതിൽ ലൈറ്റ് കാണിക്കും, താനം ഊരി കഴിഞ്ഞാൽ പിന്നെ വർക്ക് ചെയ്യില്ല. പക്ഷേ അതൊക്കെ സർവീസ് ചെയ്തൊരു ഫ്രീ ഓഫ് കോസ്റ്റ് സർവീസ് ചെയ്ത് തന്നു കേട്ടോ. അത് എത്രയോ 200 രൂപയാണ്ട് അവർ സർവീസ് ചാർജ് വാങ്ങിച്ചു. പക്ഷെ എന്താ വെച്ചാൽ അത് വാറണ്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ അത് പ്രത്യേക കംപ്ലയിൻറ്റ് പറയാൻ പറ്റില്ല. 1 ഇയർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് കംപ്ലയിൻറ്റ് പറയാൻ പറ്റില്ല. എന്നാലും നിങ്ങൾക്ക് ഇതിൻ്റെ കണ്ടീഷൻ കണ്ടാൽ തന്നെ അറിയാം. കണ്ടോ അപ്പോൾ അതെന്തായാലും സാധനം ശരിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ നത്തിങ് ഫോൺ 3A ആണ്. വൈറ്റ് കളറ് 8 GB 256 GB മോഡലാണ്.